ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഖത്തർ അമീറിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകും. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായി അമീർ കൂടിക്കാഴ്ച നടത്തും. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. ദേശീയ ജലമിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജലമന്ത്രിമാരുടെ രണ്ടാമത് അഖിലേന്ത്യാ സമ്മേളനം ഇന്ന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ആരംഭിക്കും. നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന നക്ഷ പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കം. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഇന്ന് ചെന്നൈയിൽ ആരംഭിക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ന്യൂഡൽഹിയിൽ എത്തി. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഖത്തർ അമീറിനെ സ്വീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചയും നടത്തി. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം നൽകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി അമീർ കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമീർ ചർച്ച നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും കൂടിക്കാഴ്ച നടത്തും. ജമ്മുകശ്മീരിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. പോലീസ്, ജയിലുകൾ, കോടതികൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തും. ഗവേഷണത്തിലൂടെയാണ് ഒരു രാജ്യത്തിന്റെ പ്രതിച്ഛായയും ശക്തിയും നിർവചിക്കപ്പെടുന്നതെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ മൊഹാലി ഐസറിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണ മേഖലയിൽ ശ്രദ്ധ നൽകാതിരുന്ന ഒരു കാലം രാജ്യത്തിനുണ്ടായിരുന്നെന്നും എന്നാൽ ഇന്ന് അത് മാറിയെന്നും ശ്രീ ജഗദീപ് ധൻകർ പറഞ്ഞു. All institutions in the country will have to pass the litmus test. And the litmus test is what you are doing. Is there some impact somewhere? In a positive sense, impact should be felt. A research for the sake of research, that is for the self, is not the research which the nation needs. Research is not to impress the one who is ignorant of the subject. The research has to have impact on what we are doing. And I am sure this is an area where you have enough scope to contribute. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. കേരള കേഡറിലെ 1988 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് ശ്രീ ജ്ഞാനേഷ് കുമാർ. ഡോക്ടർ വിവേക് ജോഷിയെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചു. നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ജലമിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജലമന്ത്രിമാരുടെ രണ്ടാമത് അഖിലേന്ത്യാ സമ്മേളനം ഇന്ന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ആരംഭിക്കും. 2 ദിവസത്തെ സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മന്ത്രിമാർ പങ്കെടുക്കും. പരീക്ഷാ പേ ചർച്ച 2025ന്റെ പുതിയ എപ്പിസോഡ് ഇന്ന് റിലീസ് ചെയ്യും. പരീക്ഷാ പേ ചർച്ചയുടെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ പരീക്ഷാ സമ്മർദ്ദവും ഉത്കണ്ഠയും എങ്ങനെ വിജയകരമായി തരണം ചെയ്തു എന്നതിന്റെ അനുഭവങ്ങൾ പങ്കിടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാൻമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ 2025-26 സാമ്പത്തിക വർഷത്തേക്ക് നീട്ടി കേന്ദ്രം. പദ്ധതിക്ക് കീഴിൽ തുവര, ഉഴുന്ന് തുടങ്ങിയവയുടെ ഉത്പാദനത്തിന്റെ 100%വും കേന്ദ്ര സർക്കാർ സംഭരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന നക്ഷ പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഇന്ന് നെയ്യാറ്റിൻകര നിർവഹിക്കും. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ആശയവിനിമയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ ജൽശക്തി സഹമന്ത്രി വി സോമണ്ണ ഇന്ന് കേരളത്തിൽ എത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 60 റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി റെയിൽവേ സ്ഥിരമായ ഹോൾഡിംഗ് ഏരിയകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു.
ഡൽഹിയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാരുടെ സുഗമമായ നീക്കം നിരീക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. തിരക്ക് നിയന്ത്രിക്കാൻ അടുത്തയാഴ്ച വരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം टिकटुകൾ നൽകില്ലെന്നും അധികൃതർ അറിയിച്ചു. इस दुखद हादसे के बाद हम लोगों ने नई दिल्ली रेलवे स्टेशन पर प्रबंधन के तरीके में थोड़ा बदलाव किया है. जैसे जो प्लेटफॉर्म टिकट हैं उनकी बिक्री पीक ट्रैफिक आवर्स में 1 हफ्ते के लिए बंद की गई है. पीक ट्रैफिक आवर होता है शाम 4 बजे से रात 11 बजे तक का. लेकिन यदि कोई अपने घर के दिव्यांगजनों या वृद्धजनों को स्टेशन पर छोड़ने ट्रेन पे बैठालने आ रहा है उसे प्लेटफॉर्म टिकट मिलता रहेगा. दूसरा वल्नरेबल लोकेशन का विजिल और बेहतर तरीके से कर रहे हैं. इसके अलावा जब कभी इस तरह का सर्ज आएगा उस दौरान रेगुलेटेड एंट्री एनफोर्स करेंगे और कई हम डिफरेंट जगहों पे एरिना का विकास कर रहे हैं ताकि लोगों को वहां पे होल्ड कर सकें. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഭക്തരുടെ സൌകര്യാർത്ഥം ഇന്നലെ പ്രയാഗ്രാജിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ആകെ 338 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തി. രാജ്യത്തെ പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന മാധ്യമ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കോൺക്ലേവിൽ മാധ്യമ പ്രവർത്തകരും വിദ്യാർത്ഥികളും പങ്കെടുക്കും. കാനഡയിൽ വിമാന അപകടത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരം. മിനിയാപൊളിസിൽ നിന്നുള്ള ഡെൽറ്റ എയർലൈൻസ് വിമാനമാണ് ടൊറന്റോയിലെ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 80 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വഡോദരയിലെ കൊട്ടാമ്പി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന കളിയിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയിൻസിനെ നേരിടും. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമായി. മെഡലിനായുള്ള മത്സര ഇനങ്ങൾ ഇന്ന് ആരംഭിക്കും. രാജ്യത്തുടനീളമുള്ള 1500ഓളം പാരാ അത്ലറ്റുകൾ കായികമേളയിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പ് ഈ മാസം 20-ന് സമാപിക്കും. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയറായി ഷൂട്ടർ മനു ഭാക്കറിനെ തെരഞ്ഞെടുത്തു. പാരീസ് ഒളിമ്പിക്സിലെ മികച്ച പ്രകടനം പരിഗണിച്ചാണ് പുരസ്കാരം. സ്വാതന്ത്ര്യാനന്തരം ഒരു ഗെയിംസിൽ ഒന്നിലധികം മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ എയർ പിസ്റ്റൾ വ്യക്തിഗത ഇനത്തിലും മിക്സഡ് ടീം ഇനത്തിലും വെങ്കലം നേടിയിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് നാളെ തുടക്കമാകും. ഉദ്ഘാടന മത്സരം പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലാണ്. വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കും. ദുബായിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അക്കാദമിക് മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ സംരംഭം. കേരളത്തിൽ തദ്ദേശ ദിനാഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഇന്നും നാളെയുമായി ഗുരുവായൂരിലാണ് പരിപാടികൾ അരങ്ങേറുന്നത്. അക്കാദമിക് സെഷന്റെ ഉദ്ഘാടനം രാവിലെ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിക്കും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 23-ന്. മൻ കി ബാത്തിന്റെ 119ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം ലഭ്യമാക്കും. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കായി ആരംഭിച്ച മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരന്റി സ്കീമിന്റെ ഉദ്ഘാടനം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിർവഹിച്ചു. കഴിഞ്ഞ 3 കേന്ദ്ര ബജറ്റുകളിൽ MSMEകൾക്ക് നൽകിയ പരിഗണന ഈ മേഖലയുടെ ശാക്തീകരണത്തിന് സഹായകമാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കാൻ ദക്ഷിണേന്ത്യയിൽ നിന്നെത്തിയ ആദ്യ സംഘം പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി. തമിഴ്നാടും കാശിയും തമ്മിലുള്ള പുരാതന നാഗരിക ബന്ധം ആഘോഷിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ലക്ഷ്യമിടുന്ന പരിപാടിയാണ് കാശി തമിഴ് സംഗമം. തായ്വാൻ കടലിടുക്കിലൂടെ കാനഡയുടെ യുദ്ധക്കപ്പൽ കടന്നുപോയ സംഭവത്തിൽ വിമർശനവുമായി ചൈന. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് കാനഡ ശ്രമിക്കുന്നതെന്ന് ചൈനീസ് സൈനിക വക്താവ് ആരോപിച്ചു. എന്നാൽ തായ്വാൻ കടലിടുക്ക് അന്താരാഷ്ട്ര ജലപാതയാണെന്നും പരമാധികാരം അവകാശപ്പെടുവാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും തായ്വാൻ പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയ ഖത്തർ അമീറിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകും. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായി അമീർ കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. ദേശീയ ജലമിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജലമന്ത്രിമാരുടെ 2ാമത് അഖിലേന്ത്യാ സമ്മേളനം ഇന്ന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ആരംഭിക്കും. നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന നക്ഷ പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കം. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഇന്ന് ചെന്നൈയിൽ ആരംഭിക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.